അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികൾ, ഷെയ്ഖ് സിന്ദി ഹഫിളഹുള്ളയുടെ മറാഖി അൽവാഇ എന്ന ഗ്രന്ഥം വായിക്കുന്നതിൻ്റെ സീരീസ് ഓഫ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുത്തം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബുദ്ധിയും ഇസ്ലാമും. ബുദ്ധി, അതിൻ്റെ റിയാലിറ്റി, അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ പരിമിതികൾ, ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്നൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിഷയം പരിശോധിക്കുമ്പോൾ കാലങ്ങളായി ധാരാളം ഇൻ്റലക്ച്വൽ ഡിബേറ്റുകൾ, ധാരാളം വാഗ്വാദങ്ങൾ നടക്കുന്ന, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ബുദ്ധി എന്നുള്ളത്. ശരിക്കും ഇസ്ലാമിൽ ഒരു കൃത്യമായ നിലപാട് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ശരിക്കും ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം, ഇതിൻ്റെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വാഗ്വാദങ്ങൾ, സംവാദങ്ങൾ പരിശോധിച്ചാൽ ബുദ്ധിയെ മാത്രം പരിഗണിച്ചാൽ മതി, അതിൻ്റെ അപ്പുറമുള്ള ബുദ്ധിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമല്ല, അത് മിത്ത് ആണെന്നും അതൊന്നും ലോജിക്കായിട്ട് തെളിയിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ യുക്തിയെ മാത്രം അവലംബിക്കുന്ന ഒരു വലിയൊരു കൂട്ടം ജനതയെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മുസ്ലിം നാമധാരികൾ ഈ ഒരു പ്രമാണത്തിന് അളവുകോലായി ബുദ്ധിയെ നിശ്ചയിച്ചതും ദൗർഭാഗ്യവശാൽ നമ്മൾ കാണാനിടയായി. ശരിക്കും ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ്? ഇസ്ലാമിൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പരിമിതികളുണ്ടോ, അതിന് പരിധികളില്ലേ എന്നാണ് ഈ ഒരു ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ സ്കോളേഴ്സ് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്, ഇവിടെ ഷേഖ് ചർച്ച ചെയ്യുന്നത്, ബുദ്ധി എന്നുള്ളത് 4 അർത്ഥത്തിൽ പ്രയോഗിക്കും, 4 സന്ദർഭത്തിൽ 4 അർത്ഥത്തിൽ അത് പ്രയോഗിക്കുമെന്നുള്ളതാണ്. ഒന്നാമത്തെ അവസരം എന്നുള്ളത് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത്, ഒരു ഭ്രാന്തനിൽ നിന്ന് ഒരാളെ വ്യത്യസ്തമാക്കുന്നത്, അതാണ് ഒന്നാമതായി ഉപയോഗിച്ചു വരുന്ന ബുദ്ധി. അതായത് ബേസിക്കായിട്ട് നമുക്കുണ്ടാവുന്ന ബുദ്ധി. ഈ ഒരു ബുദ്ധിയാണ് ഇസ്ലാം വളരെ പരിഗണിച്ച, ഇസ്ലാമിൻ്റെ ശറഅകളിൽ പരിഗണിച്ച, നിബന്ധനകളായി പരിഗണിച്ച ബുദ്ധി. അതായത് നമുക്ക് ഇൽമ് സ്വീകരിക്കാൻ, ഒരു അറിവ് സ്വീകരിക്കാൻ സ്വായത്തമാക്കുന്ന നമ്മുടെ ബുദ്ധി എന്നുള്ളത്. രണ്ടാമതായി സ്കോളേഴ്സ് ഉപയോഗിച്ച ബുദ്ധി എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ നോളജ്, ഇൽമു ദറൂരി
അതായത് ഈ ഒന്നാമതായി ബുദ്ധി ഉള്ള എല്ലാവർക്കും പൊതുവായി ഉണ്ടാകുന്ന ഒരു ബുദ്ധി. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ആപ്പിളിൻ്റെ പകുതി എന്നുള്ളത് ഒരു ആപ്പിളിനേക്കാൾ ചെറുതാണ് എന്നുള്ള ഒരു സത്യം. അതിന് വലിയ റിസർച്ചോ വലിയ പഠനങ്ങളോ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ധാരാളം ലോജിക്കുകൾ, മാത്തമാറ്റിക്കൽ ലോജിക്കുകൾ, അതുപോലെ തന്നെ രണ്ട് വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും ഒരേ സമയം സത്യമാവുകയില്ല എന്നുള്ള ബോധം, അതുപോലെ തന്നെ ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ അതിന് പിന്നിൽ സൃഷ്ടാവുണ്ട് എന്നുള്ളൊരു ബോധം. ഇവിടെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോൺ ഉണ്ടാക്കുന്ന ഒരു മാനുഫാക്ചർ യൂണിറ്റ് ഉണ്ട് എന്നുള്ളൊരു സത്യം. വളരെ കോംപ്ലക്സായ മനുഷ്യൻ്റെ ശരീരം ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ട് എന്നുള്ള വിശ്വാസം. അതൊക്കെ വളരെ ബേസിക്കായിട്ട് എല്ലാവർക്കും ലഭിക്കുന്ന യൂണിവേഴ്സലായിട്ടുള്ള ബുദ്ധിയാണ്. മൂന്നാമത്തെ ബുദ്ധി എന്നുള്ളത് നമ്മൾ സ്വായത്തമാക്കുന്ന അറിവ്, അക്വയേർഡ് നോളജ്, ഇൽമുൻ നളരി, അതായത് കൃത്യമായ പഠനങ്ങളിലൂടെ അതുപോലെ തന്നെ റിസർച്ചുകളിലൂടെ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ ക്രിയാത്മകമായ ചിന്തകളിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന ഒരു പഠനം. ആ ഒരു പഠനമാണ് സയൻസ്, അതുപോലെ തന്നെ ഫിലോസഫി, അങ്ങനെ ധാരാളം നമ്മളിപ്പോൾ കാണുന്ന ധാരാളം കാര്യങ്ങൾ. അതുപോലെ തന്നെ നാലാമത്തെ ഒരു ബുദ്ധി എന്നുള്ളത് ഇസ്ലാമിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതായത് ഇൽമു മാത്രം ഉണ്ടായാൽ പോരാ, ഇൽമിനനുസരിച്ച് പ്രവൃത്തിയും വേണം എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഒരാൾക്ക് അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, ആ അറിവിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അദ്ദേഹം ബുദ്ധിമാനാവുകയുള്ളൂ. ഈ ഒരു അർത്ഥത്തിൽ സൂറത്തുൽ മുൽക്ക് നമുക്ക് കാണാൻ കഴിയും, നരകവാസികളെ നരകത്തിലേക്ക് എറിയപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ അവരോട് പറയും, അലം യത്തിക്കും നദീർ, നിങ്ങൾക്കൊരു താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വഖാലു, അവർ പറയും, ലൗ കുന്നാ നസ്മ, ഞങ്ങൾ കേൾക്കുകയാണെങ്കിൽ, കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ഔ നഅഖിൽ, ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. അവിടെ ഉപയോഗിച്ച പറയുക ഔ നഅഖിൽ. അപ്പോൾ ഈ അറിവ് ലഭിച്ചത് മാത്രം കാര്യമില്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഒരു ഡോക്ടർ, അദ്ദേഹം ഹെൽത്തിനെ പറ്റി എല്ലാം അറിയുന്ന ഒരു ഡോക്ടർ സിഗരറ്റ് വലിച്ചാൽ എങ്ങനെയുണ്ടാകും? നമ്മൾ അദ്ദേഹത്തെ ഇയാളൊരു ബുദ്ധിമാനാണോ, തീരെ ബുദ്ധിയില്ലാത്ത ആളാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പോൾ ആ ഒരു അർത്ഥത്തിലും ബുദ്ധി എന്ന് ഉപയോഗിക്കാറുണ്ട്. ഈ 4 അർത്ഥത്തിൽ 4 സന്ദർഭത്തിൽ ബുദ്ധി എന്ന് പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനും ഓരോ കോണ്ടെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ഇനി ബുദ്ധിയുടെ പരിമിതികൾ എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ, ബുദ്ധിക്ക് പരിമിതിയുണ്ടോ? ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഇസ്ലാം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് ബുദ്ധി എന്നുള്ളത്. ബുദ്ധിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ലഹരി, അതുപോലെയുള്ള പല മാരക ലഹരി വസ്തുക്കളും ഇസ്ലാം നിരോധിച്ചത് ബുദ്ധിയെ സംരക്ഷിക്കാനാണ്. അപ്പോൾ ഇസ്ലാമിൽ വളരെ ഒരു പ്രാധാന്യം ബുദ്ധിക്കുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും, അൽ അഖ്ലു ഷർത്തുൻ ഫീ മഅരിഫത്തിൽ ഉമൂലി വ കമാലി വ സ്വലാഹിൽ അഅമാൽ. ബുദ്ധി എന്നുള്ളത് ഇൽമ് അറിഞ്ഞിരിക്കാനും അതുപോലെ തന്നെ കർമ്മങ്ങൾ നന്നാവാനും അതിൻ്റെ പൂർണ്ണതക്കും നിബന്ധനയാണെന്നതിൽ സംശയമില്ല. വബിഹി യക്മലുൽ ഇൽമു വൽ അമൽ, അത് കാരണമാണ് നമ്മുടെ അറിവും നമ്മുടെ പ്രവൃത്തിയും പൂർണ്ണമാകുന്നത്. ലാകിന്നഹു, പക്ഷേ ലൈസ മുസ്തഖല്ലൻ ബിദാലിക്, പക്ഷേ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിനെന്ത് ചെയ്യാൻ കഴിയില്ല, അതിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, അതിന് പരിമിതികളുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ പറയുന്നത് കാണാൻ കഴിയും, വഖുലിഖൽ ഇൻസാനു ളഈഫ, തീർച്ചയായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദുർബലനായിക്കൊണ്ടാണ്. അത് ഫിസിക്കലാവട്ടെ മെൻ്റലി ആവട്ടെ ദുർബലനായിക്കൊണ്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ബുദ്ധി എന്നുള്ളതൊരു ഇൻപെർഫെക്റ്റ്, ഒരു പൂർണ്ണതയില്ലാത്ത ഒരു സൃഷ്ടിയാണ്. അത് പൂർണ്ണതയുള്ള ഒരു ദൈവത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
അതുപോലെ തന്നെ ബുദ്ധിക്ക് പരിമിതി ഉണ്ടെന്ന് തന്നെ നമുക്കൊരു ആയത്ത് കാണാൻ കഴിയും. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് അറിവിൽ നിന്ന് ചിലത് മാത്രമല്ലാതെ അറിയിക്കപ്പെട്ടിട്ടില്ല, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ പരിമിതമായ അറിവ് കൊണ്ട് ധാരാളം പരിമിതികൾ നമ്മുടെ ബുദ്ധിക്ക് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രാധാന്യം. ഇനി എന്തൊക്കെയാണ് ബുദ്ധിയുടെ പരിമിതികൾ എന്ന് അന്വേഷിക്കുമ്പോൾ ഇവിടെ ഷേഖ് 3 കാര്യങ്ങൾ ബുദ്ധിയുടെ പരിമിതികളായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ഗൈബിയായ കാര്യങ്ങളിൽ, അദൃശ്യജ്ഞാനങ്ങളിൽ ഒരിക്കലും ബുദ്ധിക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വഹ്യ്, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചുറ്റുമുള്ള മലായിക്കത്തുകൾ, ഇവിടെയുള്ള ജിന്നുകൾ, ഒരിക്കലും ഒരു ബുദ്ധി കൊണ്ട് ഒരിക്കലും ആ ഒരു സത്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയില്ല. അതിന് പ്രമാണങ്ങൾ തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഗൈബിയായ വിഷയങ്ങളിൽ ബുദ്ധിക്ക് യാതൊരു റോളുമില്ല. അതായത് ബുദ്ധി അവിടെ പ്രമാണങ്ങളുമായി യോജിച്ചു പോകലാണ് ഒരു മുസ്ലിം എന്ന നിലയിൽ അഭികാമ്യം എന്നാണെന്നുള്ളത്. അതുപോലെ തന്നെ വഹ്യുകൾ, ഗൈബിയായ നമുക്ക് അദൃശ്യജ്ഞാനമായിട്ടുള്ള വഹ്യുകൾ അറിയിച്ചു തരുന്നത് ബുദ്ധിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ആ സത്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതും, അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ സറണ്ടർ ആവാണ് വേണ്ടതെന്നും ഈ ഒരു യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു പരിമിതിയായിട്ടുള്ളത്, ഒരിക്കലും ബുദ്ധിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട്, സ്വതന്ത്രമായിക്കൊണ്ട് സത്യത്തിലേക്ക് നയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു സത്യപാതയിലേക്ക് ഒരു മനുഷ്യനെ ഒരിക്കലും നയിക്കാൻ ബുദ്ധി കൊണ്ട് മാത്രം കഴിയുകയില്ല എന്നുള്ളതാണ്. ഇതിന് ഉദാഹരണം പറയുന്നത് കാണാൻ കഴിയും. നമുക്കൊരു കാഴ്ച കാണണമെങ്കിൽ നമ്മുടെ ഒരു പ്രകാശം നമ്മുടെ കണ്ണിൽ ആ ഒരു വസ്തുവിൽ തട്ടി നമ്മളെ കണ്ണിലേക്ക് വരണം. അതുപോലെ തന്നെ നമുക്ക് ഒരു ട്രൂ ഗൈഡൻസ്, യാഥാർത്ഥ്യം മനസ്സിലാവണമെങ്കിൽ വഹിയാകുന്ന, പ്രമാണമാകുന്ന ഒരു പ്രകാശം നമ്മുടെ ബുദ്ധിക്ക് വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു വിഷയത്തിൽ ഒരു ആയത്ത് നമുക്ക് കാണാൻ കഴിയും. വലഖദ് മക്കന്നാഹും ഫീമാ ഇമ്മക്കന്നാഹും. നിങ്ങൾക്ക് നാം സ്വാധീനം നൽകിയില്ലാത്ത മേഖലകളിൽ അവർക്കും നാം സ്വാധീനം നൽകുകയുണ്ടായി. കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും അവർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു കൊണ്ടിരുന്നതിനാൽ അവരുടെ കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഹൃദയങ്ങൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. തറക്തു ഫീക്കും അംറൈൻ. നിങ്ങൾ കാരണം ഞാൻ 2 കാര്യം നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. അത് മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ വഴി പിഴച്ചു പോവുകയില്ല. അതെന്താണ്? കിതാബുല്ലാഹി വസുന്ന. അത് അള്ളാഹുവിൻ്റെ ഖുർആനും നബിചര്യയുമാണത്. അപ്പോൾ വഴികേടിലാവാതിരിക്കാൻ ഖുർആനിൽ എന്താണോ പറയുന്നത്, പ്രവാചകൻ എന്താണോ പറയുന്നത്, അത് സ്വഹീഹാണെങ്കിൽ, പ്രവാചകൻ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സ്വഹീഹായി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മളത് സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഷേഖ് പറയുന്നത്. അതായത് ബുദ്ധിക്ക് സ്വന്തമായി നന്മയിലേക്ക് നയിക്കാനാവില്ല. എന്നാൽ കിതാബും, അള്ളാഹുവിൻ്റെ കിതാബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പിൻപറ്റുന്നതിലൂടെ നമുക്ക് യഥാർത്ഥ ദർശനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായി കൊണ്ട് പറയുന്നത്, ബുദ്ധിക്ക് ഒരിക്കലും തർക്കത്തിന് പരിഹാരം കാണാനാവില്ല. നമുക്കറിയാം, മനുഷ്യനാണ്, ഒരു സമൂഹ വ്യവസ്ഥയിൽ ധാരാളം തർക്കങ്ങൾ ഉടലെടുക്കാറുണ്ട്. മനുഷ്യൻ്റെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ബുദ്ധിയുടെ വിവിധ തോതിലുള്ള അറിവ് കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉടലെടുക്കാറുണ്ട്. അതിൽ നിന്ന് ധാരാളം തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഒരു ബുദ്ധി കൊണ്ട്, കേവലം മനുഷ്യബുദ്ധി കൊണ്ട് ഒരിക്കലും ആ തർക്കത്തിന് പരിഹാരം കാണാൻ ആവില്ല എന്നുള്ളതാണ്. കാരണം ഓരോ മനുഷ്യനും ഓരോ തരം ബുദ്ധിയാണ്. ഈ ഒരു വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാണാൻ കഴിയും. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ ഏതൊരു കാര്യത്തിലും തർക്കത്തിലാവുകയാണെങ്കിൽ നിങ്ങൾ മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കുമാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പോൾ അവിടെയും
പ്രമാണങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ തർക്കപരിഹാരത്തിന് സാധ്യമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ബുദ്ധിക്ക് സ്വതന്ത്രമായിക്കൊണ്ട് തർക്കത്തിന് പരിഹാരം കാണാനും സാധിക്കില്ല. ഇനി എന്തുകൊണ്ടാണ് ബുദ്ധിക്ക് ഇങ്ങനെ പരിമിതികൾ വരാൻ കാരണം എന്ന് ഷെയ്ഖ് പറയുമ്പോൾ, ഒന്നാമത്തെ കാരണം ഇതൊരു ഇൻപെർഫെക്റ്റ് ക്രിയേഷനാണ്, ഇതൊരു അപൂർണമായ ഒരു സൃഷ്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ശ്രദ്ധിച്ചാൽ ഒരു ചെറിയ വസ്തുവിനെ പോലും നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. നമ്മളുള്ള ബ്രെയിൻ, ആ ബ്രെയിനിൻ്റെ വ്യത്യസ്തമായ അതിൻ്റെ ആസ്പെക്റ്റുകൾ, അതിൽ ഉത്ഭവിക്കുന്ന കോൺഷ്യസ്നസ്, ബോധങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ധാരാളം കാര്യങ്ങൾ, ഇമോഷൻസ്, അതിനെപ്പറ്റി ഇപ്പോഴും സയൻസ് എവിടെയും എത്തിയിട്ടില്ല. നമുക്ക് അടുത്തുള്ള ആ ബ്രെയിന് പോലും നമുക്ക് എന്ത് ചെയ്യണില്ല, പൂർണ്ണമായിട്ടും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള അത് ബുദ്ധിയുടെ ഒരു പരിമിതിയാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അള്ളാഹുവിൻ്റെ അൽമിൽ നിന്ന് കുറച്ച് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളത്. രണ്ടാമത് ഇതിന് കാരണമായി പറയുന്നത്, ബുദ്ധി എന്നുള്ളത് അത് വികസിക്കുന്നത് നമ്മുടെ സെൻസറി, നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ മൂലമാണ് നമ്മുടെ ബുദ്ധി വികസിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിക്ക് ആ ഒരു അനുഭവങ്ങളോടുണ്ടായ കാര്യങ്ങൾ മാത്രമേ ബുദ്ധി അംഗീകരിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ആധുനികത, മൊബൈലിൻ്റെയൊക്കെ ഒരു ഉപയോഗം നമുക്കത് വളരെ ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ കുറേ നൂറ്റാണ്ട് പിറകോട്ട് പോവുകയാണെങ്കിൽ, ഒരു ശിലായുഗത്തിൽ അവിടെ ഉള്ള ഒരു മനുഷ്യനോട് നമ്മൾ പറയുകയാണ്, ഇനിയൊരു മൊബൈലൊക്കെ വരും, അതിലൂടെ നമുക്ക് പല സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ വിളിക്കാൻ കഴിയും എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഒരിക്കലും അത് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അന്നത്തെ സാഹചര്യങ്ങളും അന്ന് അദ്ദേഹം മനസ്സിലാക്കിയ സത്യങ്ങളൊന്നും ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെപ്പറ്റി അദ്ദേഹം ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യില്ല. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ടെൻഡൻസിയാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നത് മാത്രമേ അവന് സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. അത് ബുദ്ധിയുടെ വലിയൊരു പരിമിതിയാണ്. ചില പഠനങ്ങൾ, നമുക്ക് ധാരാളം പഠനങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. 2004 ഒരു ഗുപ്ത ആൻഡ് സോൾ എന്ന് പറയുന്ന സ്കോളേഴ്സിൻ്റെ ഒരു പഠനത്തിൽ കാണാൻ കഴിയും, ബുദ്ധി എന്നുള്ളത് അത് ഉണ്ടായി വരുന്നത് ബോത്ത് ജെനറ്റിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ധാരാളം ഫാക്ടേഴ്സ് സ്വാധീനിച്ചുകൊണ്ടാണ് ബുദ്ധി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ധാരാളം കാര്യങ്ങൾ അതിന്, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുപാട്, കുറേ കാര്യങ്ങൾ അതിനെ നമ്മെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മൂന്നാമതായി ഇതിൻ്റെ ലിമിറ്റേഷൻ, ഇതിൻ്റെ കാരണം ബുദ്ധിയെ പലതും സ്വാധീനിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കൗല് കാണാൻ കഴിയും, ഈ വികാരങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും ദേഹേച്ഛകളും ബുദ്ധിയെ വളഞ്ഞിരിക്കുമ്പോൾ എങ്ങനെയാണ് ബുദ്ധിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് ഷെയ്ഖ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ കാര്യങ്ങളെല്ലാം ബുദ്ധിയെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന വർഗീയ കലാപങ്ങൾ പലപ്പോഴും അത് വികാരങ്ങളെ പുറത്താണ് അത് പലപ്പോഴും നടക്കാറുള്ളത്. അപ്പോൾ യുക്തിയെ അത് സാരമായി ബാധിച്ചത് കൊണ്ട് തന്നെയാണ്, നമ്മളെ വികാരത്തെ ഉണർത്തിയാണ് അത് പലപ്പോഴും ബാധിക്കാറുള്ളത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവ, ആരെങ്കിലും തൻ്റെ ദേഹേച്ഛകളെ അവൻ്റെ ദൈവമാക്കിയാൽ, വഅദല്ലഹു അല്ലാഹു അലാ ഇൽമിൻ വഖതമ അലാ സമഇഹി വഖൽബിഹി വജഅല അലാ ബസ്വരിഹി ഗിശാവ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വഴികേടിലാക്കും, അതുപോലെ തന്നെ അവൻ്റെ കേൾവി, അവൻ്റെ ഹൃദയം, അവൻ്റെ കാഴ്ചക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂടിയിടും എന്ന് പറയുന്ന കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ദേഹേച്ഛകളല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. എന്നാൽ നമ്മൾ യൂറോപ്പ്, വെസ്റ്റേൺ മോഡേണിറ്റി, അതായത് ആധുനികത വാദിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് സ്വന്തം മനസ്സാണ്. അതായത് അവരുടെ റീസൺ, അവരുടെ യുക്തിയാണ് അവർ പലപ്പോഴും എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി കാണാറുള്ളത്. അതുപോലെ തന്നെ അതിനുള്ള ഒരു പവർ, അത് അവർ ടെക്നോളജിയെയാണ് അവർ കാണാറുള്ളത്. എന്നാൽ നമുക്കറിയാം, ഇത്രയധികം ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്തിട്ടും മനുഷ്യൻ ഈ ടെക്നോളജികൾ കൂടുതൽ ദുരന്തങ്ങൾക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടെക്നോളജിയും അതുപോലെ തന്നെ സ്വന്തം ദേഹേച്ഛകളും ഒരിക്കലും മനുഷ്യനെ നല്ലൊരു പാതയിലേക്ക് നയിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരു എംപീരിക്കൽ തിയറി എന്നൊരു തിയറി ഉണ്ട്. ആ ഒരു തിയറി പ്രകാരം പറയുന്നത്,
5 ഇന്ദ്രിയങ്ങൾ കൊണ്ട്, നമ്മുടെ 5 സെൻസറി ഇതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് യുക്തി എന്ന് വിളിക്കാവൂ എന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കിയുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സൂര്യനെ നമ്മൾ കാണുന്നു, അത് വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. എന്നാൽ അതാണോ സൂര്യൻ്റെ വലുപ്പം? അല്ലല്ലോ. പക്ഷേ അത് തെളിയിക്കുന്നത് എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, നമ്മുടെ സെൻസറി ഇതുകൾ കൊണ്ട് മാത്രം, അതിനൊരു സൂപ്പർ അതോറിറ്റി കൊടുത്തുകൊണ്ട് മാത്രം നമുക്ക് യുക്തിയെ നിർണ്ണയിക്കാൻ കഴിയുകയില്ല എന്നാണ് അതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 4-മതായി ഇതിൻ്റെ പരിമിതികൾക്കുള്ള ഒരു കാരണം എന്നുള്ളത് ബുദ്ധി ആപേക്ഷികമാണ് എന്നുള്ളതാണ്. ബുദ്ധി ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ബുദ്ധിയില്ല. എല്ലാവരിൽ യോജിച്ചു കൊള്ളണമെന്നില്ല. ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന ഒരാളുണ്ടാകും, അതിനെ പ്രതികൂലിക്കുന്ന ഒരാളുണ്ടാകും. 3-മതായിട്ട് ഇതൊരു അനിശ്ചിതം, ഇതിനെപ്പറ്റി അറിയാത്ത ഒരാളുണ്ടാവും. പിന്നീട് പഠിച്ചിട്ട് നിലപാട് മാറ്റി പറയുന്നവരുണ്ടാവും. അതാണ് ബുദ്ധിയുടെ പരിമിതി. അതായത് ബുദ്ധി എല്ലാവർക്കും ഒന്നല്ല. അപ്പം എല്ലാവർക്കും അവർക്ക് തോന്നിയ കാര്യങ്ങളാണ്, അവർ പഠിച്ച കാര്യങ്ങളാണ് അവരെല്ലാം പറയുക എന്നുള്ളത്. അവരുടെ പഠനം നടത്തിയ അവരുടെ വിവരമില്ലായ്മ എന്നുള്ളതെല്ലാം ഈ ഒരു ബുദ്ധിയെ ബാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 2018 മുമ്പാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഹോമോസെക്ഷുവാലിറ്റി അത് അഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് നേച്ചർ ആയിരുന്നു. അതായത് നമ്മളെ പരിസ്ഥിതിക്ക് യോജിക്കാത്തതായിരുന്നു ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളത്. എന്നാൽ 2018 ശേഷം പുതിയ നിയമം വരികയും ആ ഒരു നിയമത്തിൽ പറയുന്നത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, അത് ഭരണഘടനയ്ക്ക് അനുയോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഹോമോസെക്ഷുവാലിറ്റി അത് മനുഷ്യൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞിട്ട് അത് മാറ്റുകയും ചെയ്തു. അപ്പോൾ മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ, ബുദ്ധി എന്നുള്ളത് എപ്പോഴും മാറാവുന്നതാണ്. ഒരു പ്രോഗ്രസീവ്സമാണ്, എപ്പോഴും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ആ ബുദ്ധിയെ ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതെല്ലാം നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ പൊതുവായിട്ടുള്ളൊരു തത്വം എന്നുള്ളത്, ഇൻ്റലക്റ്റ് എന്നുള്ളത്, ബുദ്ധി എന്നുള്ളത് മനുഷ്യൻ മാറുമ്പോൾ അതിനെ സ്വഭാവം മാറും. അതുകൊണ്ട് അത് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നമ്മളെ ഭൂമി പലതരം ജാതി ആൾക്കാരുണ്ട്, പലതരം മതക്കാരുണ്ട്, പലതരം സമൂഹങ്ങളുണ്ട്, പലതരം അഭിപ്രായങ്ങളുണ്ട് ഇവർക്ക്. ഇതെല്ലാം കാരണം എന്താ? അവർക്ക് പലതരത്തിലാണ് ശരിയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നിർണ്ണയിക്കുന്നത്, ഇതെല്ലാം നമ്മെ മനസ്സിലാക്കി തരുന്നത് ബുദ്ധിയെ ഒരിക്കലും പൂർണ്ണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അതിന് പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മെ മനസ്സിലാക്കുന്നത്. ഇവിടെ ഷേഖ് സാന്ദർഭികമായിട്ട് പറയുന്നൊരു കാര്യം, ഇങ്ങനെ പരിമിതികൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിൻ്റെ ബുദ്ധിയുടെ വാല്യൂ കുറച്ച് കാണുകയല്ല ഒരിക്കലും ഇസ്ലാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിക്ക് ഒരു വളരെ സ്ഥാനം നൽകുന്ന മതമാണ് ഇസ്ലാം. ബുദ്ധിക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലഹരി പോലുള്ള വസ്തുക്കൾ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. മറിച്ച് ഇസ്ലാം പറയുന്നത് അതിൻ്റെ പ്രോപ്പർ റോൾ, ബുദ്ധിക്ക് എന്താണോ അതിന് ശരിയായ റോൾ, അതിൻ്റെ റോൾ, അതുപോലെ തന്നെ അതിൻ്റെ പരിമിതി അറിഞ്ഞുകൊണ്ട് ബുദ്ധി പ്രവർത്തിക്കലാണ് ഏറ്റവും വലിയ ബുദ്ധി. അതായത് ബുദ്ധിയെ നമ്മൾ ആദരിക്കുക എന്നുള്ളത്, ബുദ്ധിയെ അംഗീകരിക്കുക എന്നുള്ളത്, ബുദ്ധിയുടെ പരിമിതികളും അതുപോലെ തന്നെ ബുദ്ധിയുടെ സ്കോപ്പുകളും മനസ്സിലാക്കി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ബുദ്ധിയെ അംഗീകരിക്കുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നല്ല ഫിസിക്കുള്ള ഒരു മനുഷ്യൻ, നല്ല കരുത്തുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തോട് ഒരിക്കലും നമ്മൾ പറയില്ല ഒരു വീട് എടുത്ത് പൊന്തിക്കാൻ. കാരണം എന്താ? അത് അദ്ദേഹത്തിന് കഴിയുന്ന അപ്പുറം കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ശക്തിയുണ്ട് എന്ന് വിചാരിച്ചാലും ഒരു വീട് എടുത്ത് പൊക്കാനൊന്നും നമ്മൾ പറയാറില്ല. അതുപോലെ തന്നെ നല്ല ഷാർപ്പ് വിഷനുള്ള ഒരാൾ, നല്ല ദീർഘദൃഷ്ടിയുള്ള ഒരാൾ, അദ്ദേഹത്തോട് നമ്മൾ സൂര്യനെ കണ്ണിമ വെട്ടാതെ നമ്മൾ നോക്കണം എന്ന് നമ്മൾ പറയാറില്ല. ഇങ്ങനെയൊക്കെ കഴിവുകൾ ബുദ്ധിക്കുണ്ടായിട്ടും ബുദ്ധിക്ക് പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഇതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പൊതുവായുള്ളൊരു തത്വം എന്നുള്ളത്, ബുദ്ധി എന്നുള്ളത്, ബുദ്ധിയെ ആദരിക്കൽ എന്നുള്ളത്, ബുദ്ധി അതിൻ്റെ പരിമിതികൾ അറിഞ്ഞുകൊണ്ട്, അതിൻ്റെ റോൾ അറിഞ്ഞുകൊണ്ട് അതിനെ ചിന്തിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ബുദ്ധിയെ പരിഗണിക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ ഒരിക്കലും അതിന് ഭാരമായി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മൾ അധികം കൊടുക്കുന്ന ഭാരങ്ങൾ അതിന് ഭാരമായിട്ടാണ് അതിന് ഉണ്ടാവുക. കൂടുതൽ കൺഫ്യൂഷനിലേക്കും കൂടുതൽ തെറ്റുകളിലേക്കും നയിക്കാൻ ഇതിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
ഇപ്പോൾ ഷെയ്ഖ് പറയുന്നൊരു ഉദാഹരണം, മൈൻഡ് എന്ന് പറയുന്നത് അത് താഴ്വര പോലെയാണ്. അതായത് ഓരോ താഴ്വരക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടാവും. പക്ഷേ ആ ഒരു താഴ്വരയിലേക്ക് ഒരു സമുദ്രം നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു താഴ്വര നശിച്ചു പോവും, കറപ്ഷനാവും. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യമാണ് ബുദ്ധിയുടെ വിഷയത്തിലുമുള്ളത്. ബുദ്ധിക്ക് പരിമിതികളുണ്ട്. അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ അതിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ ബുദ്ധി തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കും എന്നാണ് ഈ ഒരു ഉദാഹരണത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഒരു പൊതുവായി മനസ്സിലാക്കേണ്ട ഒരു തത്വം എന്നുള്ളത്, നമ്മൾ ബുദ്ധിയെ ആദരിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ റോൾ അറിഞ്ഞുകൊണ്ടാണ്. ഇസ്ലാമിൽ അതിൻ്റെ പങ്ക് എന്താണ് എന്ന് അറിഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇസ്ലാമിൽ അതിൻ്റെ പങ്ക് എന്നുള്ളത് പ്രമാണങ്ങൾക്കാണ് മുൻതൂക്കം നൽകേണ്ടത്. വൈരുദ്ധ്യങ്ങൾ ഉണ്ടായി തോന്നുകയാണെങ്കിൽ ബുദ്ധിയും അതുപോലെ തന്നെ പ്രമാണങ്ങളും തമ്മിൽ പ്രത്യക്ഷ വൈരുദ്ധ്യങ്ങൾ തോന്നുകയാണെങ്കിൽ അവിടെ പ്രമാണങ്ങളെയാണ് മുന്തിക്കേണ്ടത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം, അതിൻ്റെ സ്കോപ്പ്, അതിൻ്റെ റോൾ അതറിയുമ്പോഴാണ്, അങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ ബുദ്ധിയെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഷെയ്ഖ് അവിടെ അവസാനിപ്പിക്കുന്നത്. ആ ഒരു ഭാഗത്തിന് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഹദീസ്, ആ ഒരു ഹദീസിൽ ചെറിയ ദ്വാഫുണ്ടെങ്കിലും കിതാബുൽ ഇബാനയിൽ ഇബ്നു ബത്ത റഹ്മഹുല്ല അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഹദീസ്, ആ സനദിൽ ചെറിയ ദ്വാഫുണ്ടെങ്കിലും മത്തന് സ്വഹീഹാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു ഹദീസിൽ പറയുന്ന കാണാൻ കഴിയും, ഒരു മനുഷ്യൻ തൻ്റെ മകനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തോട് ആവലാതി പറയുകയാണ്, തർക്കങ്ങൾ, ധാരാളം അമിതമായ ചിന്ത ഇവൻ്റെ ബുദ്ധിയെ തകർത്തിട്ടുണ്ട്, അത് കാരണം ഇവൻ ദൈവചിന്തയിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മകനോട് പറഞ്ഞു, ആ കാണുന്ന അവിടെ അടുത്തിരുന്നൊരു വസ്തു, ആ കറുത്ത വസ്തു നീ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞു, ആ കാണുന്നുണ്ട്. അത് പറഞ്ഞു, അതെന്താണെന്ന് കൂടിയും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊരു കാര്യം, അവൻ്റെ കാഴ്ചയിൽ പെടാത്ത ദൂരെയുള്ള ഒരു സംഭവം, അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം, നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ന്യായീകരിക്കുന്ന അദ്ദേഹം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാഴ്ചകൾക്ക് ഒരു പരിമിതി വെച്ചിട്ടുണ്ട്. അതിനപ്പുറം ഒരിക്കലും നമുക്ക് കാഴ്ചക്ക് കാണാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനും പരിമിതികളുണ്ട്, പരിധികളുണ്ട്. അതിനപ്പുറം അതിന് കടന്നു പോകാനും കഴിയുകയില്ല എന്ന ഒരു വലിയൊരു തത്വം അദ്ദേഹം ആ ഒരു ഹദീസിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്. ആ ഒരു പരിമിതികൾ നമ്മൾ ചെയ്യേണ്ടത് പ്രമാണങ്ങളുമായി, ആ പരിമിതികളുടെ ന്യൂനത നമ്മൾ കുറയ്ക്കേണ്ടത്, അത് നമ്മൾ പരിഹരിക്കേണ്ടത് പ്രമാണങ്ങളുമായി യോജിച്ചിട്ടാണ് എന്ന് ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് ലഭിക്കാൻ കഴിയും. ഇവിടെ ഷെയ്ഖ് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ മണൽത്തരികൾ, അതുപോലെ തന്നെ ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങൾ, മരങ്ങളിലുള്ള ഇലകൾ, അതുപോലെ തന്നെ കടലിലുള്ള മീനുകൾ, ഇതെല്ലാം നമുക്ക് കൗണ്ട് ചെയ്യാൻ പോലും കഴിയുന്നില്ല. അതിനെല്ലാം കൂടി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ, നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾക്കുള്ള 5 സെൻസറിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക എന്ന് ഷെയ്ഖ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് ഈ ഒരു സെഷൻ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, അല്ലാഹു അഅതാന അൽ ഉഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബുദ്ധി നൽകിയിട്ടുണ്ട്. ഇനുദ്രിക ബിഹൽ ഖരീബ് ലൽ ബഈദ്, നമുക്ക് അടുത്തുള്ളത് അറിയാൻ, അല്ലാതെ വിദൂരമായത് അറിയാനല്ല. നമുക്ക് ഉപകാരമുള്ളത്, അള്ളാഹുലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ അറിയാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാതെ അള്ളാഹുമായിട്ട് വിഘടിച്ച് നിൽക്കാനല്ല ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയെ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഒരു സംഭവത്തോടെ പറയുന്നത്. ഈ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ഹാദാ ഖൽഖുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം എവിടെ വരെ എത്തും? പിശാചി അവിടെ ഇടപെട്ടുകൊണ്ട് ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പടച്ചത് എന്ന ചിന്തയിലേക്ക് വരെ എത്തിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റലക്റ്റ് എന്നുള്ളത് അതിന് പരിമിതിയുണ്ട്. അത് വിദൂരമായത്, നമുക്ക് അപ്രാപ്യമായത്, നമുക്ക് ഇൽമ് വളരെ ലിമിറ്റായ സോഴ്സുകളിൽ നിന്ന് ബുദ്ധി രൂപപ്പെടുത്താനല്ല ഒരിക്കലും ഇസ്ലാം പറയുന്നത്. മറിച്ച് ഇസ്ലാം എന്നുള്ള വളരെ നമുക്ക് പരിമിതമായ പ്രമാണങ്ങൾ അത് ഉപയോഗിച്ച് നമ്മുടെ ബുദ്ധിയെ രൂപപ്പെടുത്താനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുള്ളത്.
ഇതിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഹദീസ്, ചില സ്കോളേഴ്സ് എല്ലാം ഹസൻ എന്ന് അംഗീകരിച്ചിട്ടുള്ളൊരു ഹദീസ്, തഫക്കറു ഫി ആലാ ഇല്ല വലാ തഫക്കറു ഫില്ല. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അതിൻ്റെ സത്വത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അധികം ആലോചിക്കരുതെന്ന് പറയുന്നുണ്ട്. കാരണം അത്രയും ഇൽമുകൾ നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അത് പലപ്പോഴും അങ്ങനത്തെയുള്ള ചിന്തകൾ ഇൻ്റലക്റ്റിൻ്റെ ബുദ്ധിയുടെ പരിമിതിയുടെ അപ്പുറത്താണ്. പരിമിതിയുടെ അപ്പുറത്തുള്ളത് നമ്മളെ തെറ്റിലേക്ക് നയിക്കാൻ അവസരമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിലൂടെ അദ്ദേഹം പറയുന്നത്. ഇനി മറ്റൊരു പ്രധാന വിഷയമാണ് അൽ ഗുലൂഉ ഫീ തഅളീമിൽ അഖ്ൽ. അതായത് ധാരാളമായി ബുദ്ധിൻ്റെ വിഷയത്തിൽ അതിര് കടക്കുക എന്നുള്ളത്. നമ്മുടെ ബുദ്ധിൻ്റെ വിഷയത്തിൽ അതിര് കടന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പ്രമാണങ്ങൾ സ്വീകരിക്കാതെ വരും. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രമാണത്തെ തള്ളേണ്ടി വരും. അപ്പോൾ ഇസ്ലാം എന്നുള്ളത് ബുദ്ധി എന്നുള്ള യാഥാർത്ഥ്യം അത് പ്രമാണങ്ങളുമായി യോജിക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളൊരു സത്യം മനസ്സിലാക്കി അതിലേക്ക് വരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്ന കാണാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അധികമൊന്നും പോകണ്ട, ധാരാളം നമ്മളെ ഗാലക്സിൻ്റെ അപ്പുറത്തേക്കുള്ള അറിവുകൾക്കൊന്നും പോകണ്ട, മറിച്ച് സ്വന്തം ആലോചിക്കുക. സ്വന്തം നമ്മുടെ തലച്ചോറ്, നമ്മുടെ തലേൻ്റെ ഉള്ളിലുള്ള തലച്ചോറ്, അതിനെപ്പറ്റി എത്രക്ക് സയൻസിനറിയാം? അതിൻ്റെ ഉള്ളിലെ കോംപ്ലക്സ് ആയിട്ടുള്ള ധാരാളം അതിൻ്റെ കോൺഷ്യസ്നെസ്, അവിടെ ഉണ്ടാകുന്ന ധാരാളം ഇമോഷൻസ്, അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ, അത് എത്രത്തോളം അതിനറിയാം എന്നുള്ള നമ്മളെ ഹൃദയത്തെക്കുറിച്ച് ധാരാളം എത്രത്തോളം സയൻസിന് അറിയാം എന്ന് മാത്രം പരിശോധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് പോലും നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിലില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടിക്ക് കാരണമായ നമ്മുടെ സൃഷ്ടാവ്, ആ സൃഷ്ടാവ് എന്താണോ പറയുന്നത്, അവൻ നിയോഗിച്ച ആ പ്രവാചകൻ എന്താണോ പറയുന്നത്, അത് അംഗീകരിച്ചാൽ മാത്രമേ, അത് നമ്മുടെ ബുദ്ധി അതിൽ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇതെല്ലാം അദ്ദേഹം ഈ ഒരു എക്സാമ്പിളിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ സൃഷ്ടികളും, നമ്മൾ കാണുന്ന എല്ലാ സൃഷ്ടികളും നമുക്കൊരു പരോക്ഷമായിട്ട് നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൃഷ്ടാവിലേക്കുള്ള ഒരു സൂചന, നമ്മുടെ ബുദ്ധിയുടെ പരിമിതികൾക്കുള്ളൊരു സൂചന അത് തരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് ലെസൺസ്, നമ്മളൊരു പാഠങ്ങൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കും ബുദ്ധി എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ പൂർണ്ണമായും തസ്ലീം, സറണ്ടർ ചെയ്യേണ്ട, പൂർണ്ണമായും കീഴൊതുങ്ങേണ്ട ഒരു വിഷയമാണ്. മുസ്ലിം എന്ന് പറയുന്നത് നമുക്കറിയാം കീഴൊതുങ്ങുന്നവൻ എന്നാണ്. അപ്പോൾ ബുദ്ധിയും കീഴൊതുങ്ങേണ്ട ഒരു വസ്തുവാണ് എന്നുള്ളതാണ്. നമ്മുടെ ബുദ്ധിയുടെ പരിമിതി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുദ്ധിക്ക് പരിമിതി ധാരാളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ബുദ്ധി ഒരു ഇൻപെർഫെക്റ്റ്, ഒരു പൂർണ്ണതയില്ലാത്ത ഒരു സൃഷ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം കൊണ്ടാണ് ബുദ്ധി വികസിച്ച് വരുന്നത്. അതുപോലെ തന്നെ ബുദ്ധിക്ക് പല കാര്യങ്ങളും, വികാരങ്ങളും മറ്റു പല ഇമോഷൻസും അതിനെ സ്വാധീനിക്കാൻ അവസരമുണ്ട്. അതുപോലെ തന്നെ ബുദ്ധി ആപേക്ഷികമാണ്, ഓരോ മനുഷ്യനും വ്യത്യസ്തമായ ബുദ്ധിയാണ് എന്നുള്ളത്. അങ്ങനെ ധാരാളം ലിമിറ്റേഷൻസ്, ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ലിമിറ്റേഷൻ അവസരം മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് നമ്മൾ പൂർണ്ണമായിട്ടും കീഴൊതുങ്ങുകയാണ് വേണ്ടത്. എങ്ങനെയാണ് കീഴൊതുങ്ങൽ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രമാണങ്ങൾ അതെന്താണോ പറയുന്നത്, സ്വഹീഹായ പ്രമാണങ്ങൾ അതെന്താണോ പറയുന്നത്, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ഇസ്ലാമിൽ ബുദ്ധിമാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു വിഷയം അവസാനിപ്പിക്കാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, ഒരു മുസ്ലിം എന്ന നിലയിൽ പലപ്പോഴും നമുക്ക് അപകർഷാബോധമാണ് അല്ലേ? എന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യേണ്ടത് വേണ്ടില്ലായിരുന്നു. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം വേണ്ടില്ലായിരുന്നു. എന്നാലും ആ ഖുർആനിൽ ആ വിഷയം പറഞ്ഞത് മോശമായിപ്പോയി, അതില്ലെങ്കിൽ ഇസ്ലാം ഓക്കെയാണ് എന്ന് പറയുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിമാന്ന് ഐഡൻറ്റിറ്റി വെക്കാൻ വളരെ മടിയുള്ള ആൾക്കാരെ കാണാൻ കഴിയും. എന്നാൽ അത് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ പറയുന്നത് കാണാൻ കഴിയും. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹി. അള്ളാഹും അവൻ്റെ റസൂലും ഒരു കാലം തീർപ്പാക്കിയാൽ അതിലൊരിക്കലും ഒരു മുസ്ലിമിന് വിസമ്മതം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഇത് മനസ്സിലാക്കുക, നമുക്ക് ഇസ്ലാമിലൊരു വിഷയം മനസ്സിലായിട്ടില്ല, അത് നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയാണെന്ന് മനസ്സിലാക്കി ആ വിഷയം ധാരാളം പഠിക്കാനും ആ വിഷയത്തിൻ്റെ കൃത്യമായ സ്രോതസ്സ് പ്രമാണമാണെന്ന് മനസ്സിലാക്കി
അതിൽ വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അവിടെയാണ് മഹാനായ ഇമാം സുഹരി അദ്ദേഹം പറയുന്ന കാണാൻ കഴിയും, മിനല്ലാഹി അർ റിസാല, അള്ളാഹുവിൽ നിന്നാണ് സന്ദേശം റിസാല ഉള്ളത്. വമിന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബലാഗ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം നമുക്ക് എത്തിച്ചു തന്നത്. വ അലൈന, നമുക്ക് മേലുള്ള ദൗത്യം എന്നുള്ളത് അത്തസ്ലീം, അത് അംഗീകരിച്ച് അതിന് കീഴൊതുങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ ബുദ്ധിയുടെ നമ്മൾ പറഞ്ഞ പരിമിതികൾ മനസ്സിലാക്കി അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥ ബുദ്ധി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവ് പറഞ്ഞ ആ പ്രമാണങ്ങളാണെന്ന് മനസ്സിലാക്കി അതിന് കീഴൊതുങ്ങലാണ് ഒരു യഥാർത്ഥ മുഅ്മിൻ എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നമ്മളെല്ലാവരും കേട്ട് പരിചയമുള്ള ആയത്ത്, ധാരാളം ഓതിയിട്ടുള്ള ആയത്ത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന് പറഞ്ഞ്, അതായത് മുഅ്മിനീങ്ങളെ കുറിച്ച് പറയാണ്. യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. എന്നിട്ട് അവരെ പറ്റി പിന്നെ പറയുന്ന കാണാൻ കഴിയും, ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അവരാണ് യഥാർത്ഥമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ നിന്നുള്ള യഥാർത്ഥ ദർശനത്തിൽ ഉള്ളത്, യഥാർത്ഥ മാർഗത്തിലുള്ളത്. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ എന്നുള്ളത്. അതായത് അദൃശ്യമായ കാര്യങ്ങൾ, നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴൊതുങ്ങി അത് പൂർണ്ണമായും വിശ്വസിക്കുക. പ്രമാണങ്ങൾ സ്വഹീഹായി വന്നാൽ അത് പൂർണ്ണമായും വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിൻ്റെ അടയാളം. ഒരാൾ വിജയിക്കണമെങ്കിൽ, സ്വർഗം നേടണമെങ്കിൽ ഒരു വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് റിസ്ക് ഉള്ളത്, അല്ലേ? അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, അതായത് എല്ലാ കാര്യവും നമുക്ക് മെറ്റീരിയലിസ്റ്റായിട്ട് നമുക്ക് തൊട്ടുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എല്ലാം നമുക്കറിയാം, വിശ്വസിക്കുന്നതിൽ വലിയ പ്രസക്തിയില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശ്വാസം, ഒരു വിശ്വാസി എന്ന നിലയിൽ അവൻ്റെ വിശ്വാസം ബലപ്പെടുത്തേണ്ട ഒരു വിഷയമാണ് അദൃശ്യ ജ്ഞാനത്തിലുള്ള വിശ്വാസം. അതിന് കുറച്ച് ഈമാൻ തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക് എന്ന് പറഞ്ഞിട്ട് ധാരാളം പ്രാർത്ഥനകൾ, നമ്മുടെ ഖൽബ് ഈമാനിൽ ഉറച്ചു നിൽക്കാനുള്ള ധാരാളം പ്രാർത്ഥനകൾ. അപ്പോൾ ഗൈബിയായ ഈ വിഷയങ്ങളിൽ ഒരു മത വിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് അതിൽ ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് ധാരാളം വസ്വാസം ഉണ്ടാക്കുന്ന, ധാരാളം ഫിത്ന ഉണ്ടാക്കുന്ന ഒരു വിഷയം കൂടിയാണ് നമ്മുടെ ഈ ബുദ്ധി എന്നുള്ളത്, യുക്തി എന്നുള്ളത്. ഒരിക്കലും യുക്തി കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാനില്ല, ജീവിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു ക്ലാസ്, 1 മണിക്കൂർ ക്ലാസ് കേൾക്കുകയാണെങ്കിൽ, അതേസമയം നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു വിഷയം നമ്മൾ ക്ലാസ് കേൾക്കുകയാണ്, അതും 1 മണിക്കൂർ, രണ്ടും ഒരുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക, അല്ലല്ലോ? അപ്പോൾ ശരിക്കും യുക്തി വെച്ച് നോക്കുകയാണെങ്കിൽ അതെന്താ അതിൻ്റെ അർത്ഥം? രണ്ടും 60 മിനിറ്റാണ്, ഇതും 60 മിനിറ്റ്, അതും 60 മിനിറ്റ്. അവിടെ വ്യത്യാസം എന്താണ്? അപ്പോൾ ഇതൊന്നും യുക്തിക്ക് എന്ത് ചെയ്യാനില്ല, ഇതൊന്നും സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ യുക്തി കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും കാര്യങ്ങളെ നിർണ്ണയിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ധാർമ്മികത നിർണ്ണയിക്കാൻ കഴിയുകയില്ല. അതിന് പ്രമാണങ്ങൾ, അതിൻ്റെ ആവശ്യകതയാണ്. അതായത് ഈ ബുദ്ധിക്ക് അതൊരിക്കലും മുസ്തഖില്ല, അതൊന്നും ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട്, സ്വതന്ത്രമായിക്കൊണ്ട് അതിന് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയില്ല. പ്രമാണങ്ങളിലേക്ക് മടങ്ങുമ്പോഴാണ് ബുദ്ധിയുടെ പൂർണ്ണത, ശരിക്കും നമ്മുടെ അമലുകളും നമ്മുടെ ഇൽമുകളും പൂർണ്ണമാകുന്നത്. നമ്മളിത് രണ്ടും സംയോജിപ്പിക്കുമ്പോഴാണ് ഒരു വിഷയത്തിൽ മതവിദ്യാർത്ഥി എന്ന നിലയിൽ നമുക്ക് വളരെ നല്ലൊരു കാഴ്ചപ്പാടുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബുദ്ധി അത് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനും ഇസ്ലാം എന്ന ഈ ഒരു ആദർശത്തിൽ അടിയുറച്ച് നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുത്തം സോലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ. റഹ്മതിക യാ അർഹമർ റഹീമീൻ.